ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ലഞ്ച് വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, കുറച്ച് നാളായി ഞാൻ വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറില്ല. ഞങ്ങളിപ്പോൾ നാട്ടിലാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങളൊക്കെ ഇപ്പോൾ സേഫാണ്. ഇനി എന്താണ് അവസ്ഥ എന്നൊന്നും പറയാനായിട്ടില്ല. കാരണം ഞങ്ങളുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഈ ഒരു കൊറോണ വൈറസ്. അപ്പോൾ എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുക. അതുപോലെ ബ്രേക്ക് ദ ചെയിൻ എന്ന ആശയത്തോടു കൂടി എല്ലാവരും തന്നെ മുന്നോട്ട് പോവുക. എല്ലാവരും വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കുക. മാക്സിമം നിങ്ങൾ വീട്ടിൽ തന്നെ കഴിയുക, പുറത്തേക്ക് പോവാതിരിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് വീഡിയോ ചെയ്യാനായിട്ട് കാരണം, ഞാൻ ഈ ഒരു ലഞ്ച് റെസിപ്പിയിൽ കാണിക്കുന്ന ഏകദേശം 90% ഇൻഗ്രീഡിയൻസും വീട്ടിൽ തന്നെ നട്ട് വളർത്തി ഉണ്ടാക്കിയ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും ചിലർക്കൊക്കെ കുറച്ച് ഒരു അടുക്കളത്തോട്ടെങ്കിലും ഉണ്ടാക്കാനായിട്ട് തോന്നിയാൽ അത് നാളേക്കുള്ള ഒരു വലിയ മുതൽക്കൂട്ടാകും. ആ ഒരു രീതിയിലാണ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിറകടുപ്പൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഗ്യാസിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് കുക്കിങ്ങൊക്കെ നടക്കുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക, നമുക്ക് ഗ്യാസ് കൂടി ലഭിക്കാത്തൊരു കാലം വന്നാലും അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വിറകടുപ്പിലൊക്കെ കുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന റെസിപ്പിയിൽ നമ്മുടെ ചുറ്റുപാട് ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു ലഞ്ച് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കമൻസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും അധികം ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ, അതായത് ഐറ്റംസ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ, നമ്മളൊക്കെ ചമ്മന്തിയും ചോറും കഴിച്ചിട്ടാണ് ഈ ഒരു അവസരത്തിൽ നടക്കുന്നതൊക്കെ കാണിക്കാം. പക്ഷേ ഞങ്ങളും ഒരുപാട് ഇതൊന്നും ചെയ്യാറില്ല ഈ ഒരു അവസരത്തിൽ. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്ളോഗിൽ കുറച്ചധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തു. അതിലേതെങ്കിലും ഒക്കെ റെസിപ്പീസ് നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു 2 ദിവസം. അപ്പോൾ ഒരു ദിവസത്തെ ലഞ്ച് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പയും ഉമ്മയും കൂടിയിട്ട് അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാധനങ്ങൾ ലഭിക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് കിട്ടും. നമ്മുടെ എല്ലാവരുടെ കേസും അല്ല പറയുന്നത്, ചുറ്റുവട്ടത്ത് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ കോഴി, പശു ഇതിനൊക്കെ വളർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ വീട്ടിൽ പശുവൊക്കെ ഉണ്ട്. പശുവിൻ്റെ ആടിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഞാൻ രാവിലത്തെ നാസ്തയ്ക്ക് ശേഷം ഉച്ചക്കത്തെ ലഞ്ചിനായിട്ട് പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വീട്ടിൽ അത്യാവശ്യം ചെടിയൊക്കെ വളർത്തുന്നുണ്ട് ഉമ്മ. അപ്പോൾ ഞാൻ കോവക്ക പറിക്കാനായിട്ടാണ് പിന്നെ ഇറങ്ങിയത്. അപ്പോൾ ഒരുപാട് കോവക്ക കഴിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് കോവക്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ കോവക്ക വെച്ചിട്ട് ഞാൻ ഒരു കോവക്ക വരട്ടിയത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ മീനും ഇറച്ചിയൊന്നും ഞങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കോവക്ക വെച്ചിട്ട് ഒരു നല്ലൊരു സ്പെഷ്യൽ വരട്ടിയത് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്ളോഗിൽ. പിന്നെ ഞാൻ ചീര ഉണ്ട് വീട്ടിൽ. അപ്പോൾ ചീര വെച്ചിട്ട് ഒരു തോരനും കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു സാധാരണ കായ് വെച്ചിട്ടുള്ള, അതായത് പച്ചക്കായ് വെച്ചിട്ടുള്ള ഒരു ചിപ്സും, പിന്നെ ഒരു മാങ്ങാ ചമ്മന്തിയും, അതുപോലെ തന്നെ ചക്കക്കുരുവും മുരിങ്ങയിലയും കൂട്ടിയിട്ടുള്ള ഒരു കറിയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഉമ്മ ചീരയൊക്കെ പറിച്ചിട്ട് എടുക്കുകയാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കയ്യിൽ പിടിച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തത്. ഈ ഒരു വീഡിയോ എടുക്കേണ്ട സെറ്റപ്പിൽ ഒന്നല്ലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്കൊന്ന് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചീരയൊക്കെ പറിച്ചു. ഒരുപാട് ചീരയൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം അധികമൊന്നും നട്ട് വളർത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടാവും, നല്ല വരൾച്ചയായിരിക്കും. അപ്പോൾ ചീരയൊക്കെ പറിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ പറമ്പിൽ തന്നെ ഒരു മുരിങ്ങ മരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മുരിങ്ങയില കൂടി പറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്തതിന് ശേഷം ഞങ്ങളിന്ന് വിറകടുപ്പിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാ കുക്കിങ്ങും പുറത്ത് മുറ്റത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളും കൂടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ മുഹമ്മദൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാത്തിനും.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസരം തന്നെയാണ് ഇതുപോലുള്ളതൊക്കെ. അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ചിപ്സ് കൂടി ഉണ്ടാക്കാം ഇതിൻ്റെ കൂടെ നിന്ന്. അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല. സാധാരണ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു ചിപ്സ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ മൈസൂർ പഴം ഉണ്ടായിരുന്നു, അപ്പം ആ ഒരു പച്ചക്കായ വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഒരു 5-6 മൈസൂർ പഴം കൂടി വായന്ന് തന്നെ പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കുറച്ച് നേരം ഇരുന്ന് തന്നെ നമുക്ക് തൊലിക്കാനുള്ളതും അതുപോലെ തന്നെ ഇത് മുരിങ്ങയിലൊക്കെ ഉതിർത്തെടുക്കാനായിട്ട് ഇരുന്നു. ഇതൊക്കെ മുറ്റത്ത് തന്നെ സെറ്റാക്കിയാണ്. ടേബിളൊക്കെ മുറ്റത്തേക്ക് ഇട്ടിട്ട് മുറ്റത്തിരുന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ മുരിങ്ങയില ഉതിർത്തെടുത്തു. ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഉമ്മ ആ ഒരു സമയത്ത് ചക്കക്കുരു ക്ലീൻ ആക്കാനായിട്ട് ഇരുന്നു. ഈ ഒരു ചക്കക്കുരുവും അതുപോലെ മുരിങ്ങയും വെച്ചിട്ടുള്ള കറി പണ്ട് മുതലേ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ മുരിങ്ങയില ഇല്ലെങ്കിൽ നിങ്ങൾ ചീരയില വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കാം. മുരിങ്ങയിലയുടെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിലും ചീരയിലയിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചക്കക്കുരുവും മുരിങ്ങയിലൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചക്കക്കുരുവിൻ്റെ കറി വെക്കാമെന്ന് കരുതി. അപ്പോൾ ചക്കക്കുരുവിലേക്കായിട്ട് ഒരു പീസ് സവാള, ഒരു പീസ് തക്കാളി, 2 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചിയും, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ചക്കക്കുരു വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം തന്നെ ഒഴിക്കുക. അപ്പോൾ നമ്മളിത് പിന്നീട് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ചക്കക്കുരു ഹാർഡാവും. അല്ല ചൂടുവെള്ളം ഒഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഒഴിക്കുമ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഒന്നിച്ച് തന്നെ വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് ഇത് ചെയ്യുന്നത്. ഇത് അടച്ച് വെച്ചൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയത്ത് ഉമ്മ ഇവിടെ ചീര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചീര നന്നായിട്ട് വെള്ളമൊക്കെ പോകാനായിട്ട് ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം പോകട്ടെ. ആ ഒരു സമയത്ത് തന്നെ മുരിങ്ങയിലയും ഒന്ന് കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കോവക്കേൻ്റെ ഒരു ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു കോവക്ക വരട്ടിയത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ കോവക്കയിലെ വെള്ളവും നന്നായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് കോവക്ക ഒരു നല്ല കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചക്കക്കുരുവിലേക്കുള്ള തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ തേങ്ങ ചിരവിയത് ഏകദേശം ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മ ചീര നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചീര അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് മുരിങ്ങയില നമ്മൾ താളിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിനാവശ്യത്തിനുള്ള തിക്നെസ്സിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഈ ഒരു സമയത്ത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് മുരിങ്ങയിലയും താളിച്ച് ചേർക്കണം. കടുകും അതുപോലെ തന്നെ മുരിങ്ങയിലയും കൂടി ചേർക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള കടുകും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു മുരിങ്ങയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം, മുരിങ്ങയില ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരും. 1-2 മിനിറ്റ് ഒന്നൊന്ന് വഴറ്റി കൊടുത്താൽ മതി. നമ്മുടെ ചക്കക്കുരുവിൻ്റെ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറി. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പും ഒക്കെ നോക്കിയിട്ട് കറക്റ്റാണെന്ന് നോക്കിയിട്ട് ഇതിന് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ചീര കൂടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീരയിലേക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ചീര ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചീരയിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ നാടൻ ചീര ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു ചീര. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരുന്നത്. മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല.
ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഈ ഒരു ചീര കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയുടെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് വരും. നമ്മളിത് കൂടുതലായിട്ട് തോന്നുമെങ്കിലും വെന്ത് വരുമ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ചീര കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചീര റെഡിയാകുന്നതിൻ്റെ ഇടയിൽ ഞാനിവിടെ കോവക്ക കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കോവക്ക വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് നൈസ് ആക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കോവക്ക ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി മുഴുവൻ കോവക്കയും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിനായിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കോവക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഈ എണ്ണയിൽ നിന്ന് കോവക്ക മാറ്റി വെക്കാം. കോവയ്ക്കൊക്കെ ഏകദേശം ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കോവക്കയുടെ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചൂടായ എണ്ണയിൽ തന്നെ ചിപ്സ് കൂടി ഉണ്ടാക്കാമെന്ന് കരുതിയത്. അതുപോലെ തന്നെ കോവക്ക നമുക്ക് ചൂടോടുകൂടി വരട്ടിയെടുക്കാമെന്ന് കരുതി ലാസ്റ്റ് ചോറ് കഴിക്കാൻ നോക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഉമ്മ ഇവിടെ പച്ചക്കായി തൊലിയൊക്കെ കളഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൂടി ചിപ്സ് കൂടി ആ ഒരു സെയിം എണ്ണയിൽ തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ചൂട് ആറുന്നതിന് മുമ്പായിട്ട് ഉമ്മ ഈ ഒരു തൊലി കളഞ്ഞ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തതുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളിത് ചക്കക്കുരുവും ഇതുപോലെ തന്നെ ചെയ്യാറുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു ചെയ്യാമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. പിന്നെ പച്ചക്കായ കണ്ടപ്പോൾ അത് വെച്ചിട്ടൊന്ന് ചെയ്യാമെന്ന് കരുതി. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റണം. അപ്പോൾ ഈ ഒരു കോവക്കയുടെ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇതുപോലെ കോവക്ക നമുക്ക് വരട്ടിയെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദിനും ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു കോഴിക്കൂട്ടിൽ നോക്കുമ്പോൾ മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ മുട്ട വെച്ചിട്ട് ഓംലെറ്റ് കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ 2 മുട്ടയാണ് കിട്ടിയത്. അത് വെച്ചിട്ട് ഓംലെറ്റും ഉണ്ടാക്കി. അപ്പോൾ ഓംലെറ്റൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സാധാരണ സവാളയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഇനി മാങ്ങാ ചമ്മന്തിയുടെ പരിപാടി കൂടിയാണ് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കോവക്ക വരട്ടിൻ്റെ കുറച്ച് പണികളും കൂടിയാണ് ബാക്കിയുള്ളത്. ഏകദേശം ചോറ് കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. 1 മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയമായപ്പോൾ. അപ്പോൾ ചമ്മന്തിയിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് മാങ്ങയും പിന്നെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇതൊക്കെ കൂട്ടിയിട്ട് അമ്മിയിൽ ചെയ്യാമെന്നാണ് കരുതിയത്. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് മിക്സിയിൽ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി കോവക്ക വരട്ടിൻ്റെ കുറച്ച് പണികൾ കൂടിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്തത്.
ഇനി ഇതിലേക്ക് കുറച്ച് കടുക്, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് സവാള, ഏകദേശം ഒരു ചെറിയ സവാള നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു സ്പൂണിൽ മല്ലിപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഈ ഒരു മസാലയുടെ പച്ച മണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനൊരു തക്കാളി, നല്ല പഴുത്ത ഉടഞ്ഞ് നിൽക്കുന്ന നല്ല പഴുത്ത തക്കാളിയാണ് നല്ലത്. നാടൻ തക്കാളി ആകുമ്പോൾ കൂടുതൽ നല്ലത്. അത് ചേർത്ത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കോവക്ക കൂടി ചേർക്കണം. അപ്പോൾ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ കുറവുള്ള തക്കാളിയാണ്, കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്ക കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സദ്യക്കുള്ള പരിപാടികൾ, സദ്യ എന്നൊന്നും പറയില്ല, എന്നാലും ഈ ഒരു ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇലയിൽ കഴിക്കാമെന്ന് കൂടി കരുതിയിട്ട് ഇല വെട്ടാനായിട്ട് പോയതാണ്. അപ്പോൾ ഇലയും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചോറ് വെക്കുന്നതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ചോറ് വെച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൊന്നി റൈസാണ് ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ ലഞ്ചൊക്കെ റെഡിയായി, എല്ലാവരും കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ഈ ഒരു ഇടിച്ചക്ക ഇപ്പം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഇടിച്ചക്കയാണ്. ഇത് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതായിരുന്നു. അപ്പോൾ ചക്ക വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഈ ഒരു ഇടിച്ചക്ക കൊണ്ടു തന്നതുകൊണ്ട് തന്നെ ചക്ക വെച്ചിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ മോര് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്നതായിട്ട് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ മോരും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ മോര് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.